ഇന്ന് അങ്ങയുടെ പിതാവ് എ.കെ. ആന്റണി ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ പ്രചരണത്തിന് വരാതെ തന്നെ UDF സ്ഥാനാർത്ഥി ആന്റണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളതാണ്. എന്താണ് മറുപടി? ശ്രീ എ.കെ. ആന്റണി എനിക്ക് ഒരുപാട് ബഹുമാനമുള്ള എൻ്റെ പിതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഇന്ന് ഓവറോൾ കോൺഗ്രസ് പാർട്ടിയുടെ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് വളരെ സഹതാപമാണ് തോന്നിയത്. ഇവിടെ നിൽക്കുന്ന ഈ സ്ഥാനാർത്ഥി ശ്രീ ആന്റണി, അദ്ദേഹം ഇവിടെ 15 വർഷമായി MP ആണ്. 15 വർഷമായി ഇവിടെ MP ഉണ്ടായിട്ട് ഞാനിവിടെ വന്നത് ശ്രീ നരേന്ദ്രമോദിജിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. ഇവിടെ വികസനമില്ല, ഇവിടെ ഒരുപാട് നാളായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല. ഇവിടെ പറയപ്പെടുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഇവിടെ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഇദ്ദേഹത്തെ ഇവിടെ UDF ആണ്. ഈ മണ്ഡലത്തിൽ ഒരുവിധ എല്ലാ തെരഞ്ഞെടുപ്പിലും UDF വിജയിച്ച ഒരു സ്ഥലമാണ്. വികസനമേ ഇല്ല. ഈ വികസനം ഇല്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടി, ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ശ്രീ ആന്റണി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്ട്രീം വരെ പോയി. അതായത് ഇവിടുത്തെ ചില മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി, തീവ്ര മനോഭാവമുള്ള മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി ശ്രീ ആന്റണി ചെയ്തത്, അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു, ഇന്ത്യൻ സൈനികരെ അവഹേളിച്ചു. അദ്ദേഹം പാകിസ്ഥാന്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശി ഇന്ത്യയെ തന്നെ ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ചില വോട്ടുകൾക്ക് വേണ്ടി ഒരു പഴയ ഡിഫൻസ് മിനിസ്റ്റർ ഇതുപോലെ ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച്, അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ചു പാകിസ്ഥാനെ വെള്ളപൂശാൻ ശ്രമിച്ച ഒരാൾക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ കാണുമ്പോൾ എനിക്ക് ഇവരോടൊക്കെ ദുഃഖവും സഹതാപവും മാത്രമാണ് തോന്നുന്നത്. ഇത് കാരണം മാത്രമാണ് 2014-ലും 2019-ലും കോൺഗ്രസ് പാർട്ടിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കാത്ത രീതിയിൽ ഇന്ത്യൻ ജനത തോൽപ്പിച്ചത്. എ.കെ. ആന്റണി പോലെ മുതിർന്ന ഒരു നേതാവാണ് പറയുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണത്തിന് വരാതെ തന്നെ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്ന്, ആന്റണി ജയിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത്, ഒപ്പം തന്നെ അദ്ദേഹം ഒന്നും കാണാതെ പറയില്ലല്ലോ. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹം 2014-ലും 2019-ലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനത പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലാത്ത രീതിയിൽ ഈ പാർട്ടിയെ തോൽപ്പിച്ചു. 2024-ലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ജനത ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ചവറ്റുകൊട്ടയിലേക്ക് എറിയും. ഇപ്രാവശ്യം അവരുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതാകാൻ പോവുകയാണ്. ഇത് രാജ്യവിരുദ്ധമായ ഒരു പാർട്ടിയാണ്. ഇത് രാജ്യവിരുദ്ധമായ ഒരു പാർട്ടി മാത്രമല്ല, ഞാൻ ഈ BJPയിൽ പ്രവേശിച്ച സമയത്ത് തന്നെ ഞാൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല.